തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ പിന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. ഈ കാലയളവിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണെന്നിരിക്കെ ഫൈനലിൽ ആര് വാഴും ആര് വീഴും എന്നതിന് ഏകദേശം ഒരു രൂപം തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കൈവരുമെന്ന് മനസ്സിലാക്കാം. മുകളിൽ പറഞ്ഞിരിക്കുന്ന പല മാറ്റങ്ങളിൽ ഒന്ന് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ തരൂരിന്റെ കാര്യത്തിലാണ്. ഇടവേളയ്ക്ക് ശേഷം ശശി തരൂരിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് പുതിയ ചർച്ചകൾ വീണ്ടും ശക്തമാകുന്നുണ്ട്. പാർട്ടിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും കേരളത്തിലെ നേതൃത്വവുമായി തുടരുന്ന തർക്കങ്ങളും ശശി തരൂരിന്റെ പുതിയ നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കോൺഗ്രസിൽ എന്തായാലും പഴയ സ്വീകാര്യത തരൂരിനില്ല. കേരളത്തിൽ കളം പിടിക്കാൻ നേരത്തെ ഒന്ന് ഇറങ്ങി നോക്കിയെങ്കിലും നേതാക്കന്മാർ സമ്മതിച്ചില്ല. ഇതിന് പിന്നാലെയാണ് പൂർവാധികം ശക്തമായി മോദി സ്തുതിയുമായി തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നത്. BJPക്കൊപ്പം ചേരുമെന്ന നേരെയുള്ള റിപ്പോർട്ടുകൾക്ക് വിഭിന്നമായാണ് പുതിയ വാർത്തകൾ പ്രചരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ തരൂരിന്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുതിയ പാർട്ടി എന്ന ആശയത്തിലേക്ക് തരൂർ എത്തുമെന്നാണ് സൂചനകൾ. കോൺഗ്രസിനെതിരെ തുടർച്ചയായ വിമർശനങ്ങളും നേതാക്കളോടും പാർട്ടിയോടുമുള്ള അകൽച്ചയും ഈ വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് ഇപ്പോൾ ഇടതുപക്ഷ നിലപാടുകളിലേക്ക് മാറിയെന്ന തരൂരിന്റെ നിരീക്ഷണം പാർട്ടിയുമായി ആശയപരമായി അകലം വർദ്ധിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തുകയാണ് പലരും. ഇങ്ങനെ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനുമെതിരെ നിരവധി പരസ്യ പ്രസ്താവനകളാണ് ഈ അടുത്ത കാലത്ത് തരൂർ നടത്തിയത്. തരൂരിന്റെ വ്യക്തിപരമായ സ്വാധീനവും കേരളത്തിലെ നഗരമധ്യ വർഗ ജനവിഭാഗങ്ങളിൽ ലഭിക്കുന്ന വലിയ പിന്തുണയും പുതിയ പാർട്ടി എന്ന സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവിധ സർവേകളിൽ തരൂരിനെ UDFന്റെ പ്രമുഖ നേതാവായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് തരൂരിന്റെ നേതൃത്വത്തിലേക്ക് ഉയരുന്നതിനുള്ള പാറയാവുകയായിരുന്നു. ഇവിടെയാണ് സ്വന്തം വഴി വെട്ടാൻ തരൂർ തയ്യാറെടുത്തത്. കോൺഗ്രസിനെ വിമർശിച്ചും മോദിയെ പുകഴ്ത്തിയും തരൂർ മുന്നോട്ട് പോയിട്ടും തരൂരിനെതിരെ ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ നടപടിക്കോ കോൺഗ്രസ് ഇതുവരെ മുതിർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അവഗണിച്ച് മുന്നോട്ട് പോവുകയെന്ന നയമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ എന്നതാണ് വാസ്തവം. അടുത്ത കാലത്തായി കേരളത്തിലെ കോൺഗ്രസ് പരിപാടികളിൽ നിന്നും തരൂരിനെ ബോധപൂർവം ഒഴിവാക്കുന്നതും തരൂരിനെ ചൊടിപ്പിക്കുന്നുണ്ട്. മധ്യവർഗത്തിനിടയിലും യുവാക്കൾക്കിടയിലും ഉള്ള സ്വാധീനം പുതിയ പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് തരൂരിനെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത്. കേരളത്തിൽ 2 മുന്നണിക്കുമെതിരായ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും NDA മുന്നണിയിൽ മത്സരിക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ശശി തരൂർ മുന്നിൽ കാണുന്നത്. BJP നയിക്കുന്ന NDA മുന്നണിക്കൊപ്പം തരൂരിന്റെ ശക്തി കേന്ദ്രങ്ങളും ചേർന്നാൽ നിർണായക ശക്തിയായി മാറുമെന്ന കണക്കുകൂട്ടലുകളാണ് തരൂർ ക്യാമ്പ് നൽകുന്നത്. ഇതോടെ കേരളത്തിൽ ദുർബലമായ NDA മുന്നണിക്ക് ശക്തി പകരാനും തരൂരിനാകും എന്നും തരൂർ പക്ഷം വിശ്വസിക്കുന്നുണ്ട്. BJPയിൽ ചേർന്നു എന്ന ചീത്തപ്പേര് മാറ്റി പുതിയ പാർട്ടിയുമായി മോദിക്ക് കൈ കൊടുക്കാനും തരൂരിന് സാധിക്കും. ഇതുവഴി കേന്ദ്ര സർക്കാരിലേക്ക് പുതിയ പദവികളും ശശി തരൂർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ തരൂർ രാജിവെക്കുന്ന ഒഴിവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തലസ്ഥാനത്ത് ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകളും നിലവിൽ തള്ളിക്കളയാൻ സാധിക്കില്ല.